ഹെഡ്ലെസ് ഹൈഡ്ര അഥവാ തലയിറത്താലും മരിക്കാത്ത സർപ്പം. ഗ്രീക്ക് പുരാണങ്ങളിലെ ഈ വിചിത്ര ജീവിയെ പോലെയാണ് ഇന്ന് ഇറാൻ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് പശ്ചിമേഷ്യയിൽ നിന്നുള്ള വാർത്തകൾ പുറത്തുവരുന്നത്. അയത്തുള്ള അലി ഖമേനി മുതൽ IRGC തലവന്മാർ വരെ ഉൾപ്പെടെയുള്ള 30ഓളം ഉന്നത നേതാക്കളെ കഴിഞ്ഞ കുറഞ്ഞ കാലയളവിനുള്ളിൽ ഇസ്രയേലിനും അമേരിക്കയ്ക്കും വധിക്കാൻ സാധിച്ചു എന്നത് സൈനിക ചരിത്രത്തിൽ തന്നെ വലിയൊരു നേട്ടമായി ഒരുപക്ഷെ വിലയിരുത്തപ്പെട്ടേക്കാം. എന്നാൽ ഇത്രയധികം പ്രഹരങ്ങൾ ഏറ്റിട്ടും ഇറാൻ എന്ന രാജ്യം തകരുകയോ തളരുകയോ ചെയ്യുന്നില്ല എന്നത് ലോകത്തെ മുഴുവൻ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. ഇറാന്റെ പരമോന്നത നേതാവും സൈനിക മേധാവികളും രഹസ്യാന്വേഷണ വിഭാഗം തലവന്മാരും ഇല്ലാതായിട്ടും ആ രാജ്യം എങ്ങനെയാണ് ഇപ്പോഴും സുശക്തമായി തിരിച്ചടിക്കുന്നത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം തേടുമ്പോൾ നമ്മൾ ചെന്നെത്തുന്നത് മൊസൈക് ഡിഫൻസ് എന്ന സങ്കീർണമായ ഒരു യുദ്ധതന്ത്രത്തിലേക്കാണ്. 2026 ഫെബ്രുവരി അവസാന വാരം മുതൽ മാർച്ച് പകുതി വരെ നീണ്ടു നിൽക്കുന്ന ആക്രമണങ്ങളിൽ ഇറാന്റെ ഭരണകൂടത്തിന്റെ നട്ടെല്ലൊടിഞ്ഞു എന്നാണ് ലോകം കരുതിയത്. പരമോന്നത നേതാവ് അലി ഖമേനി മുതൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അലി ലാരിജാനി വരെയുള്ള പ്രമുഖർ കൊല്ലപ്പെട്ടപ്പോൾ സ്വാഭാവികമായും ഒരു രാജ്യം ആഭ്യന്തര കലാപത്തിലേക്കോ സമ്പൂർണ്ണ തകർച്ചയിലേക്കോ നീങ്ങേണ്ടതായിരുന്നു. എന്നാൽ 2003 ഇറാഖിൽ സദാം ഹുസൈൻ്റെ വീഴ്ചയ്ക്ക് ശേഷം ഉണ്ടായതുപോലെയുള്ള ഒരു ഭരണകൂട തകർച്ച ഇറാനിൽ സംഭവിച്ചിട്ടില്ല. ഇതിന് പ്രധാന കാരണം ഇറാൻ വർഷങ്ങൾക്ക് മുൻപേ തയ്യാറാക്കിയ ഒരു വികേന്ദ്രീകൃത പ്രതിരോധ സംവിധാനമാണ്. ഒരു വലിയ മരത്തിൻ്റെ തായ്തടി മുറിച്ചാൽ മരം വീഴുമെങ്കിലും പുൽക്കാടുകളെ അത്തരത്തിൽ നശിപ്പിക്കാൻ കഴിയില്ല എന്ന തത്വമാണ് ഇറാൻ സൈനികമായി പിന്തുടരുന്നത്. അധികാരവും തീരുമാനങ്ങളെടുക്കാനുള്ള അവകാശവും ഒരു കേന്ദ്രത്തിൽ മാത്രം ഒതുക്കി നിർത്താതെ താഴെത്തട്ടിലേക്ക് പടർത്തിക്കൊടുത്ത രീതിയാണ് ഇറാന്റെ അതിജീവനത്തിന്റെ ആധാരശില. ഇറാന്റെ ഈ പ്രതിരോധ തന്ത്രത്തെ മൊസൈക് ഡിഫൻസ് അഥവാ വികേന്ദ്രീകൃത യുദ്ധമുറ എന്ന് വിളിക്കാം. 2000ങ്ങളുടെ മധ്യത്തിൽ ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും അമേരിക്കൻ സൈന്യം നടത്തിയ ഇടപെടലുകളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടാണ് ഇറാൻ ഇത്തരമൊരു രീതി ആവിഷ്കരിച്ചത്. ഈ പദ്ധതി അനുസരിച്ച് ഇറാനെ 31 സ്വതന്ത്ര സൈനിക മേഖലകളായി തിരിച്ചിരിക്കുന്നു. ഓരോ പ്രവിശ്യയും ഒരു ചെറിയ രാജ്യം പോലെ സ്വയം പ്രവർത്തിക്കാൻ പ്രാപ്തിയുള്ളവയാണ്. കേന്ദ്ര നേതൃത്വവുമായുള്ള ആശയവിനിമയം പൂർണ്ണമായും തടസ്സപ്പെട്ടാൽ പോലും സ്വന്തം നിലയ്ക്ക് തീരുമാനങ്ങൾ എടുക്കാനും ശത്രുവിനെതിരെ ആക്രമണം നടത്താനും ഈ മേഖലകളിലെ പ്രാദേശിക കമാൻഡർമാർക്ക് അനുവാദമുണ്ട്. ഇന്ധനം, ഭക്ഷണം, മരുന്ന്, ആയുധങ്ങൾ എന്നിവയുടെ വൻ ശേഖരം ഓരോ പ്രവിശ്യയിലും പ്രത്യേകം സൂക്ഷിച്ചിട്ടുള്ളതിനാൽ മാസങ്ങളോളം പുറം ലോകത്തിൻ്റെ സഹായമില്ലാതെ തന്നെ ഇവർക്ക് യുദ്ധം തുടരാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ തലസ്ഥാനമായ ടെഹ്റാനിലെ നേതൃത്വം ഇല്ലാതായാലും ഇറാന്റെ ഓരോ മുക്കിലും മൂലയിലും ശത്രുവിന് യുദ്ധം ചെയ്യേണ്ടി വരുന്നു എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. അമേരിക്കയ്ക്കും ഇസ്രയേലിനും ഇറാൻ യുദ്ധം സൃഷ്ടിക്കുന്ന സാമ്പത്തിക ബാധ്യതയും വളരെ വലുതാണ്. യുദ്ധത്തിൻ്റെ ആദ്യ 6 ദിവസങ്ങളിൽ മാത്രം പെൻറ്റഗൺ ഏകദേശം $11 ബില്യൺ ചെലവഴിച്ചു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അത്യാധുനികമായ മിസൈലുകളും വിമാനങ്ങളും ഉപയോഗിച്ച് ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾ തകർക്കുമ്പോൾ ഇറാൻ തിരിച്ചടിക്കുന്നത് വളരെ കുറഞ്ഞ ചെലവിലുള്ള ഡ്രോണുകളും റോക്കറ്റുകളും ഉപയോഗിച്ചാണ്. വെറും $5000 മാത്രം വിലയുള്ള ഒരു ഇറാന്റെ ഡ്രോണിനെ തകർക്കാൻ ദശലക്ഷക്കണക്കിന് ഡോളർ വിലയുള്ള മിസൈലുകൾ അമേരിക്കയ്ക്ക് ഉപയോഗിക്കേണ്ടി വരുന്നു. ഇതൊരു ദീർഘകാല യുദ്ധത്തിൽ അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയെ സാരമായി ബാധിക്കുന്നുണ്ട്. കൂടാതെ ലോകത്തിലെ ഏറ്റവും മികച്ച യുദ്ധവിമാനമെന്ന് കരുതപ്പെടുന്ന F-35 ഉൾപ്പെടെയുള്ള 16 വിമാനങ്ങൾ ഈ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ അമേരിക്കയ്ക്ക് നഷ്ടപ്പെട്ടു എന്നത് ആഗോള സൈനിക ശക്തി എന്ന നിലയിൽ അവരുടെ ആത്മവിശ്വാസത്തിന് വലിയൊരു തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. നേതൃത്വത്തെ ഇല്ലാതാക്കുന്നതിലൂടെ ഒരു രാജ്യത്തെ കീഴടക്കാം എന്ന പാരമ്പര്യ യുദ്ധതന്ത്രം ഇറാനിൽ പരാജയപ്പെടാൻ കാരണം അവിടുത്തെ ഭരണഘടനയിലും സൈനിക ഘടനയിലും നിലനിൽക്കുന്ന പകരക്കാരുടെ വലിയ നിരയാണ്. ഒരു നേതാവ് കൊല്ലപ്പെട്ടാൽ തൊട്ടടുത്ത മിനിറ്റിൽ തന്നെ ആ സ്ഥാനത്തേക്ക് വരാൻ പ്രാപ്തിയുള്ള മറ്റൊരാളെ നിശ്ചയിച്ചിട്ടുള്ള ഒരു സംവിധാനമാണ് ഇറാനുള്ളത്. അലി ലാരിജാനിയുടെ വധത്തിന് ശേഷം ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അദ്ദേഹത്തിൻ്റെ പകരക്കാരൻ ചുമതലയേറ്റതും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചതും ഇതിനുദാഹരണമാണ്. വ്യക്തികളിലല്ല, മറിച്ച് ഒരു പ്രത്യയശാസ്ത്രത്തിലോ വ്യവസ്ഥിതിയിലോ അധിഷ്ഠിതമായ ഒരു സൈനിക ക്രമം രൂപപ്പെടുത്തിയെടുക്കാൻ ഇറാന് കഴിഞ്ഞു എന്നതാണ് സത്യം. ഇത് ശത്രുവിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളിയാണ്. കാരണം ആരെ കൊന്നാലാണ് ഈ യുദ്ധം അവസാനിക്കുക എന്ന് അവർക്ക് നിശ്ചയിക്കാൻ കഴിയുന്നില്ല. കൂടാതെ ഇറാന്റെ സ്വാധീനം രാജ്യത്തിന് പുറത്തുള്ള സായുധ ഗ്രൂപ്പുകളിലേക്കും വ്യാപിച്ചു കിടക്കുന്നു. ലെബനനിലെ ഹിസ്ബുള്ള, യമനിലെ ഹൂതികൾ തുടങ്ങി ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് വിളിക്കപ്പെടുന്ന ഈ ഗ്രൂപ്പുകൾ ഇറാന്റെ സൈനിക തന്ത്രത്തിന്റെ അവിഭാജ്യ ഘടകങ്ങളാണ്. ടെഹ്റാനിലെ ഭരണകൂടം നേരിട്ട് നിർദ്ദേശം നൽകിയില്ലെങ്കിൽ പോലും ഈ ഗ്രൂപ്പുകൾക്ക് സ്വന്തം നിലയ്ക്ക് ആക്രമണങ്ങൾ നടത്താൻ സാധിക്കും. ഇത് യുദ്ധഭൂമിയെ ഇറാന്റെ അതിർത്തികൾക്കപ്പുറത്തേക്ക് വ്യാപിപ്പിക്കുന്നു. ഇസ്രയേലിനും അമേരിക്കയ്ക്കും ഒരേ സമയം ഒന്നിലധികം മുന്നണികളിൽ യുദ്ധം ചെയ്യേണ്ടി വരുന്നത് അവരെ തളർത്തുന്നുണ്ട്. ഇറാന്റെ ഈ തലയില്ലാത്ത സൈനിക ഘടന ഒരു വെടിനിർത്തൽ ചർച്ച പോലും അസാധ്യമാക്കുന്നു. കാരണം ഒരു കേന്ദ്രീകൃത കമാൻഡില്ലാത്ത സാഹചര്യത്തിൽ ആരുമായാണ് ചർച്ച നടത്തേണ്ടത് എന്നതിലും ആര് പറയുന്നതിലാണ് എല്ലാ വിഭാഗങ്ങളും അനുസരിക്കുക എന്നതിലും വ്യക്തതയില്ല.
ചുരുക്കത്തിൽ ഇറാൻ നേരിടുന്ന ഈ പ്രതിസന്ധി ആഗോള യുദ്ധതന്ത്രങ്ങളിൽ തന്നെ വലിയ മാറ്റങ്ങൾ വരുത്താൻ പോകുന്ന ഒന്നാണ്. വലിയ സൈനിക ശക്തികൾക്കെതിരെ ചെറിയ രാജ്യങ്ങൾക്കും സായുധ സംഘങ്ങൾക്കും എങ്ങനെ വികേന്ദ്രീകൃത സംവിധാനത്തിലൂടെ പിടിച്ചു നിൽക്കാം എന്നതിൻ്റെ ഒരു പാഠപുസ്തകമായി ഇറാൻ മാറുകയാണ്. വൻതോതിലുള്ള ആൾനാശവും സാമ്പത്തിക നഷ്ടവും ഉണ്ടായാലും ഒരു സംവിധാനം എന്ന നിലയിൽ ഇറാൻ തകരാതെ നിൽക്കുന്നത് ആധുനിക യുദ്ധമുറകളിൽ സാങ്കേതിക വിദ്യയേക്കാൾ ഉപരിയായി തന്ത്രപരമായ വികേന്ദ്രീകരണത്തിനുള്ള പ്രാധാന്യം വെളിപ്പെടുത്തുന്നു. വരും ദിവസങ്ങളിൽ ഈ മേഖലയിലെ സംഘർഷം എങ്ങനെ മാറുമെന്ന് പ്രവചിക്കുക പ്രയാസകരമാണ്. എന്നിരുന്നാലും നേതൃത്വത്തെ ഇല്ലാതാക്കി ഒരു യുദ്ധം വേഗത്തിൽ അവസാനിപ്പിക്കാം എന്ന പഴയ പാഠം ഇറാൻ എന്ന മൊസൈക് ഡിഫൻസ് തന്ത്രത്തിന് മുന്നിൽ വഴിമാറുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.